സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം വീണ്ടും ചർച്ചയാവുകയാണ്. ഹൈക്കോടതി ആ കേസിൽ വീണ്ടും ഇടപെട്ടതോടെയാണ്. ഇടപെട്ടതെന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് പുനരന്വേഷണം, അതായത് തുടർ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെയാണ് സജി ചെറിയാന്റെ പ്രസംഗം വീണ്ടും ചർച്ചയാകുന്നത്. സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. പ്രതിപക്ഷത്തു നിന്നും അതുപോലെ മറ്റു പല വിഭാഗങ്ങളിൽ നിന്നും പല ഭാഗത്തു നിന്നും സജി ചെറിയാൻ രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. മാത്രമല്ല, സജി ചെറിയാനെ രണ്ടാമത് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പോലും ഗവർണർ അതിൻ്റെ ഭരണഘടനാ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹത്തെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം നൽകിയത്. വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ ഉണ്ടാവുകയാണെങ്കിൽ രാജിവെക്കേണ്ട അവസ്ഥയിലെത്തും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഗവർണർ രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം നൽകിയതും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തതും. ആ ഒരു പശ്ചാത്തലം കൂടി നോക്കുമ്പോൾ സജി ചെറിയാൻ വീണ്ടും രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷേ സജി ചെറിയാനും ഇത് രാജിവെക്കേണ്ട ആവശ്യമല്ല. അന്ന് ധാർമ്മികതയുടെ ഒരു പശ്ചാത്തലത്തിലാണ് രാജിവെച്ചത്. ഇന്ന് ധാർമ്മികതയുടെ ആവശ്യമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നത്. ഗവൺമെന്റും ആ തരത്തിലുള്ള നിലപാടാണ് എടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും രാജിവെക്കാൻ ആവശ്യപ്പെടില്ല എന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ CPM അങ്ങനെയല്ല. CPM രാജിവെക്കണം എന്ന ഒരു അഭിപ്രായം CPMനകത്ത് ഉണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും മുല്ലപ്പള്ളി പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് അന്ന് വിഷയം കോടതിക്ക് മുന്നിലെത്തിയത്. മന്ത്രിക്കെതിരെ ഒട്ടേറെ പരാതി ലഭിച്ചെങ്കിലും അന്ന് പോലീസ് അനങ്ങിയില്ല. നമുക്കറിയാമല്ലോ, അന്ന് ഒരുപാട് പരാതി വന്നു, ചാനലുകളിൽ നിറയെ വാർത്തകൾ വന്നു. പക്ഷെ നമ്മുടെ പോലീസ് അനങ്ങാപ്പാറകളെ പോലെ നിൽക്കുകയായിരുന്നു. ഭരണഘടനയ്ക്കെതിരെ ഇത്രയധികം ഒരു മന്ത്രി പ്രസംഗിച്ചിട്ടും പോലീസ് ഒന്നും അനങ്ങിയിട്ടില്ല. അതാണ് നമ്മുടെ കേരള പോലീസിന്റെ ഒരു പ്രത്യേകത. പിന്നീട് ബൈജു നോയൽ എന്ന് പറയുന്ന തിരുവല്ലക്കാരൻ ഒരു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. അയാളൊരു പൗരൻ എന്ന നിലയിൽ ബൈജു നോയൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. തിരുവല്ല മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മുടെ പോലീസ് ഈ കേസിൽ ഒന്ന് അനങ്ങിയത്. അതായത് കേസ് എടുക്കാൻ പോലും തീരുമാനിച്ചത്, ഒരു FIR ഇടാൻ പോലും തീരുമാനിച്ചത് മജിസ്ട്രേറ്റ് പറഞ്ഞതിന് ശേഷമാണ്. അതുവരെ നമ്മുടെ പോലീസ് മിണ്ടാതിരിക്കുമായിരുന്നു. അതും പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ കേസെടുക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ പോലീസിന് ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു മന്ത്രി ഒരാളിനെ വണ്ടി ഇടിച്ച് കൊന്നാൽ പോലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസിൽ പെടുത്തിയാൽ പോലും നമ്മുടെ പോലീസ് അനങ്ങില്ല എന്നതാണ് കാണുന്നത്. എന്തായാലും പോലീസ് ഈ ഭരണഘടനയെ അവഹേളിച്ചതിന് തെളിവില്ലെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. നമുക്കറിയാം, അന്വേഷിക്കാൻ മടിച്ചിരുന്ന പോലീസ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇഷ്ടക്കാരനായ സജി ചെറിയാനെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കില്ല എന്ന് നമ്മൾ അന്ന് തന്നെ വ്യക്തമായതാണ്. കാരണം മജിസ്ട്രേറ്റ് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് കേസെടുത്തത്. അങ്ങനെ കേസെടുത്തിട്ട് ഒരു DYSP ആണ് മന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും എങ്ങനെ എത്തുമെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ ഒരു തെളിവുമില്ല എന്ന് റിപ്പോർട്ട് നൽകി. ഇതോടെ കേസ് CBIയോ കർണാടക പോലീസോ അന്വേഷിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നു. നോക്കണം, നമ്മുടെ കേസിൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു തെളിവുമില്ല നമ്മുടെ പോലീസ് അന്വേഷിച്ചപ്പോൾ CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ കർണാടക പോലീസ്. കാരണം ഇതൊരു ദേശീയ ഭരണഘടനാ സംഭവം ആയതുകൊണ്ട് കർണാടകയിലെ പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബൈജു നോയൽ ഹൈക്കോടതിയെ വീണ്ടും റിട്ട് ഹർജി നൽകി. അങ്ങനെയാണ് ഈ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നത്. ഈ ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകാൻ കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കരുതെന്നും ആവശ്യപ്പെട്ട് തിരുവല്ല ഹൈക്കോടതിയെയും സമീപിക്കുകയും ചെയ്തിരുന്നു. നോക്കണേ, ബൈജു നോയൽ എന്ന് പറഞ്ഞ ഒരു ആളാണ്, ഒരു പൗരനാണ് ഇത് ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് ഇനി ക്ലീൻ ചീറ്റ്, അതായത് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, റിട്ട് ഹർജി കൊടുക്കുന്നു. ഹൈക്കോടതി റിട്ട് ഹർജി പരിഗണിച്ച് പിന്നെ തീരുമാനമെടുക്കുന്നത് വരെ മന്ത്രിക്ക് പോലീസ് വക ക്ലീൻ ചീറ്റ് നൽകരുത്, അക്കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി അത്തരം തീരുമാനങ്ങൾ എടുക്കരുതെന്നും ഉള്ള ഒരു അഭിപ്രായത്തോടു കൂടി അല്ലെങ്കിൽ അപേക്ഷയോടു കൂടിയാണ് അദ്ദേഹം പോയത്. സജി ചെറിയാനോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ CPM പിന്നെ നിർദ്ദേശിച്ചെങ്കിലും തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്നാണ് വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇതുണ്ടായത്. ഹൈക്കോടതി വിധി എതിരായാൽ രാജിവെക്കാൻ സജി ചെറിയാനോട് നേരത്തെ തന്നെ CPM നിർദ്ദേശം നൽകിയിരുന്നു. അതിപ്പോഴത്തെ അവസ്ഥയാണ്. ഇപ്പോൾ വീണ്ടും CPMന് രാജിവെക്കണം എന്ന അഭിപ്രായമുണ്ട്.
കാരണം വീണ്ടും കൂടുതൽ കുരുക്കിലേക്ക് പോകാതിരിക്കാൻ ഒന്നാമത് ഗവൺമെൻറ് ആഡിയുല ചെയ്യുന്നു, പാർട്ടി ആഡിയുല ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ഡെയിലി ഓരോ ദിവസവും പുതിയ വിഷയങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു കേരളത്തിലെ ഭരണകൂടവും പാർട്ടിയും. വീണ്ടും ഇത്രയും കാലം തെരഞ്ഞെടുപ്പായിരുന്നു, തെരഞ്ഞെടുപ്പിലെ പെട്ടി വിഷയവും അതുപോലെ മറ്റ് വിഷയങ്ങളും പത്രപരസ്യവും ഒക്കെ CPM ഇങ്ങനെ ഗുരുതരാവസ്ഥയിൽ ഇതെല്ലാം പ്രതിരോധിക്കേണ്ടി വരുന്ന CPM ഇപ്പോൾ വീണ്ടും പ്രതിരോധിക്കേണ്ടി വരുന്നു. സജി ചെറിയാൻ എൻ്റെ ഹൈക്കോടതി വിധി വീണ്ടും പ്രതിരോധിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് പാർട്ടി രാജിവെക്കണം എന്ന അഭിപ്രായമാണ് CPMനുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നടപടി എടുക്കില്ല എന്നാണ് കേൾക്കുന്നത്. എന്തായാലും സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളിയിട്ടുമുണ്ട്. ആലോചിക്കുക. ആ പശ്ചാത്തലം കേസിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ സാഹചര്യത്തിലാണ് CPM തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകമാകും. എന്നാൽ രാജിവെക്കില്ലെന്ന നിലപാടിലാണ് സജി ചെറിയാൻ നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സജി ചെറിയാന്റെ നിലപാട് ഭരണഘടന, ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയെ അവഹേളിക്കുന്നത് തടഞ്ഞുള്ള നാഷണൽ ഓണർ ആക്ടിന്റെ 2023 ഭേദഗതി പ്രകാരമാണ് പ്രസംഗത്തിലെ ചില വാചകങ്ങൾ ഭരണഘടനയോടുള്ള അനാദരവായി സംശയിക്കുന്നുവെന്ന എന്ന തരത്തിലാണ് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രസംഗത്തിൽ ഭരണഘടന ലംഘനമില്ലെന്ന പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കി CBI അന്വേഷണം കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് M. ബൈജു നോയൽ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കൃത്യമായിട്ടും ഈ കേസ് CPMനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് നിന്നും മറ്റ് BJP ഭാഗത്ത് നിന്നും ഒക്കെ സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷം അക്കാര്യത്തിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കും. ഇവിടെയെല്ലാം CPM പ്രതിരോധത്തിൽ നിൽക്കേണ്ടി വരുന്നു, പ്രതിരോധ ഭാഗത്ത് നിൽക്കേണ്ടി വരുന്നു. പ്രതിരോധിച്ച് ശക്തിയില്ലാത്ത ഒരു പാർട്ടിയായി മാറുന്നു CPM. അതുകൊണ്ട് തന്നെ ഈ ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ ഇങ്ങനെ വരുമ്പോൾ CPM വല്ലാതെ അങ്കലാപ്പിൽപ്പെട്ടിരിക്കുകയാണ്, വല്ലാതെ ക്ഷീണിക്കുകയാണ്.